السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأستاذنا ولجميع أهل العلم خاصة لمصنف هذا الكتاب ولجميع المسلمين. മജ്‌ലിസുന്നൂമയിലെ ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, മുഹിബ്ബീങ്ങളെ, ഫത്ഹുൽ മുഈൻ പാർട്ട് 154 സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് ളുഹയെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. വയുസന്നു ളുഹ നിസ്കാരം സുന്നത്താക്കപ്പെടും. ലിഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ വാക്കിനു വേണ്ടി. യുസബ്ബിഹുന ബിൽ അശിയ്യി വൽ ഇശ്റാഖി, ആ പർവ്വതങ്ങൾ അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചൊല്ലും, അതല്ലെങ്കിൽ നിസ്കാരം നിർവഹിക്കും. ബിൽ അശിയ്യി, ഇശാ സമയത്തും, വൽ ഇശ്റാഖി, ഇശ്റാഖിന്റെ സമയത്തും. ഈ ആയത്താണ് ളുഹ നിസ്കാരം സുന്നത്താകാനുള്ള കാരണം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, സ്വലാത്തുൽ ഇശ്റാഖി സ്വലാത്തുൽ ളുഹ, ഇശ്റാഖ് നിസ്കാരം എന്ന് പറയുന്നത് ളുഹ നിസ്കാരമാണ് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റവ ശൈഖാനി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ശൈഖാനി അബൂ ഹുറൈറയെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു, ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീലായ ചങ്ങാതിയായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു. ബി സലാസിൻ, 3 കാര്യം കൊണ്ട്. എന്തെന്ന്? സിയാമി സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസത്തിൽ നിന്നും ഒരു 3 ദിവസം നോമ്പനുഷ്ഠിക്കണം എന്നതുകൊണ്ട്. വറകഅതൈ ളുഹ, ളുഹ 2 റക്അത്ത് നിസ്കാരം കൊണ്ടും വസിയ്യത്ത് ചെയ്തു. വഅൻ ഊതിറ ഖബല അൻ അനാമ, ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ വിത്ർ നിസ്കരിക്കണം എന്നതുകൊണ്ടും എന്നോട് റസൂലുള്ളാഹി വസിയ്യത്ത് ചെയ്തു. വറവ അബൂ ദാവൂദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലാ സുബ്ഹത്തുൽ ളുഹ ഐ സ്വലാത്തഹ, റസൂലുള്ളാഹി ളുഹ നിസ്കാരം നിർവഹിച്ചു. 8 റക്അത്തിൻ, 8 റക്അത്തായിട്ട്. വസല്ലമ മിൻ കുല്ലി റക്അത്തൈനി, എല്ലാ ഈ 2 റക്അത്തിൽ നിന്നും റസൂലുള്ളാഹി സലാം വീട്ടുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഹദീസ് അബൂ ഹുറൈറ തങ്ങൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അഖല്ലുഹ, ളുഹയിൽ നിന്ന് മിനിമം ചുരുങ്ങിയത് റക്അത്താനി, 2 റക്അത്താണ്. അക്സറുഹ സമാനുൻ, അതിൽ നിന്ന് അധികരിച്ചത് 8 റക്അത്താണ്. കമാ ഫി തഹ്ഖീഖി വൽ മജ്മൂഇ, തഹ്ഖീഖിലും മജ്മൂഇലും പറഞ്ഞതനുസരിച്ച്. അലൈഹിൽ അക്സറൂന, ഇങ്ങനെ ഈ 8 ആണെന്നതിന്റെ മേലാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അധികരിച്ചവരും. ഫതഹറുമു സിയാദത്തു അലൈഹ, ഈ അഭിപ്രായമനുസരിച്ച് 8നേക്കാൾ അധികമാക്കൽ ഹറാമാണ്. ബി നിയ്യത്തിൽ ളുഹ, ളുഹ നിയ്യത്ത് ചെയ്തുകൊണ്ട്. ളുഹ നിസ്കാരം എന്ന നിയ്യത്തിൽ 8നേക്കാൾ അധികമാക്കൽ ഹറാമാണ്. ഈ ഭൂരിഭാഗം പണ്ഡിതന്മാരുമുള്ള 8 ആണെന്ന വീക്ഷണമനുസരിച്ച്. ഔഹിയ, അതല്ലെങ്കിൽ ഈ 8 എന്ന് പറയുന്നത് അഫ്ളലുഹ, ഈ ളുഹയിൽ നിന്ന് ശ്രേഷ്ഠമായതാണ്. 8 റക്അത്ത് നിസ്കരിക്കലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അലാമാ ഫി റൗളത്തി, റൗളയിൽ പറഞ്ഞതനുസരിച്ച്.
വാസിലിഹ അസ്ലു റൗളയിലും പറഞ്ഞതനുസരിച്ച്. അപ്പോ ഫയജൂസു സിയാദത്തു അലൈഹ, ഈ 8 അധികമാക്കൽ അനുവദനീയമാണ്. ബിനിയത്തിഹ, ളുഹന്റെ നിയ്യത്ത് കൊണ്ട് തന്നെ. ഇലാ സിന്ദൈ അശറത്ത, 12 റക്അത്ത് വരെ അധികമാക്കൽ അനുവദനീയമാണ്. 12 റക്അത്ത് നിസ്കരിക്കാം. 12 റക്അത്ത് നിസ്കരിക്കൽ അനുവദനീയമാണെങ്കിലും 8 റക്അത്ത് നിസ്കരിക്കലാണ് അഫ്ളല് എന്നാണ് റൗളയിൽ പറയുന്നത്. അപ്പോ അഫ്ളല് 8 റക്അത്തും അധികരിച്ചത് 12 റക്അത്തും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം തങ്ങളെ പോലെ തന്നെ മുഅ്തമദാക്കുന്നത് ഈ വീക്ഷണത്തെയാണ്. തുഹ്ഫ 2/232 അപ്രകാരം കാണാം. തുഹ്ഫയിൽ പറയുന്നുണ്ട്, അപ്പൊ ഖായിദത്തു അന്ന കുല്ലമാ കസുറ വശഖ കാന അഫ്ളല അഗ്ലബിയ്യത്തുൻ. 233 പേജിൽ കാണാം. അധികരിച്ച് കൂടുതൽ ഉള്ള ഏതൊരു കാര്യവും, പ്രയാസമുള്ളതുമായ ഏതൊരു കാര്യവും അതാണല്ലോ അഫ്ളല്. 8 എന്നുള്ളതിനേക്കാണ് 12 നിസ്കരിക്കാനാണ് പ്രയാസം, അതുപോലെ അധികരിച്ചത് അതാണേനും. അപ്പൊ അതല്ലേ ശ്രേഷ്ഠമായതാകേണ്ടത്. അപ്പോ 8 അവിടെ ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഖായിദ ഉള്ളത് അഗ്ലബിയ്യത്തുൻ, അത് അഗ്ലബിയ്യത്താണ് ആ ഖായിദ. അത് ഭൂരിഭാഗവും അധികരിച്ച സമയത്തും അങ്ങനെയാണ് വരിക. വിധി അങ്ങനെയാണ്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല, ചില സമയത്തെങ്കിലും അങ്ങനെ വരും. لتصريحهم بأن العمل القليل يفضل العمل الكثير في صور. എത്രയോ കുറഞ്ഞ അമലുകൾ തന്നെ അധികരിച്ച അമലിനേക്ക് ശ്രേഷ്ഠമാവുന്ന രൂപങ്ങൾ ഉണ്ട് എന്ന് ഫുഖഹ വ്യക്തമാക്കിയിട്ടുണ്ട്. കൽ ഖസ്രി അഫ്ളലു മിനൽ ഇത്മാമി, ഖസ്റായി നിസ്കരിക്കുമ്പോൾ ഇത്മാമിനേക്കാണ് അഫ്ളലാണ്, അതിന്റെ ഷർത്ത് അനുസരിച്ച് കൊണ്ടാവുമ്പോ. ഒരു ഉദാഹരണം പറയാം. അപ്പോ പൂർണ്ണമായി നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുന്നു, ഖസ്റാക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു. പക്ഷെ അവിടെ 2 റക്അത്തിനാണ് ശ്രേഷ്ഠത. ഇങ്ങനെ കുറഞ്ഞ അമലിനെ ശ്രേഷ്ഠമായിട്ട് വരും കൂടുതലുള്ള അമലിനേക്കാണ് എന്നുള്ളത് ഫുഖഹ വ്യക്തമാക്കിയതാണ്. അപ്പൊ കൂടുതൽ നിർവഹിക്കാൻ പ്രയാസമുള്ളതാണ് അഫ്ളല് എന്ന ഖായിദ. അത് അധികരിച്ച സമയത്തും അങ്ങനെയാണ് എന്നേ അർത്ഥമുള്ളൂ, എല്ലായ്പ്പോഴും വേണമെന്നില്ല. തർശീഹ് 92 അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. വയുന്തബു, സുന്നത്താക്കപ്പെടും യുസല്ലിമ മിൻ കുല്ലി റക്അത്തിൻ, എല്ലാ 2 റക്അത്തിൽ നിന്നും സലാം വീട്ടൽ സുന്നത്താണ്. വഖതുഹ, ഈ ളുഹയുടെ സമയം, മിൻ ഇർതിഫാഇ ശംസി ഖദ്റ റുംഹിൻ, സൂര്യൻ ഒരു കുന്തത്തിന്റെ കണക്ക് കണ്ട് ഉയർന്നോടം മുതൽക്ക്, നമ്മുടെ കാഴ്ചയിൽ 7 മുഴം, ഏകദേശം 20 മിനിറ്റ്, സൂര്യൻ ഉയർന്നിടം മുതൽക്ക് ഇലാ സവാലിൻ, ഉച്ച വരെയാണ്. ഉച്ച ളുഹറിന്റെ സമയം ആവുന്നത് വരെയും ഉണ്ട് ളുഹന്റെ ടൈം, ഈ സമയം മുതൽക്ക്. വൽ ഇഖ്തിയാറു, ശ്രേഷ്ഠമായിട്ടുള്ളത്, ഫഇലുഹ, ളുഹയെ ചെയ്യലാണ്. എന്ത മുളിയി റുബുഇൻ നഹാരി, പകലിന്റെ 4/1 കഴിയുന്ന സമയത്ത്. മിൻ വഖ്തിൽ ഫജ്രി എന്നർത്ഥം. ഫജ്റിന്റെ സമയം മുതൽക്ക്, സുബ്ഹിന്റെ സമയം ആയേടം മുതൽക്ക്, അവിടുന്നാണ് പകല് ആരംഭിക്കുക. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പകലിനെ 4 ഓഹരി ചെയ്താൽ 4-ൽ 1-ാമത്തെ ഓഹരി എപ്പോഴാണോ ആവുന്നത് ആ സമയത്താണ്, അത് കഴിയുമ്പോഴാണ് നിർവഹിക്കേണ്ടത്. അവിടെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം, അപ്പോഴാണ്. ലി ഹദീസിൻ സഹീഹിൻ, സഹീഹായ ഹദീസ് ആ വിഷയത്തിൽ, ഫീഹി ആ വിഷയത്തിലുണ്ട്, അതാണ് കാരണം. ഫൈൻ തറാദഫത്ത് ഫളീലത്തു തഖീൽ ഇലാ റുബിഇൻ നഹാരി, പകലിന്റെ 4/1 കൊള്ള പിന്തിക്കുന്നതിന്റെ ശ്രേഷ്ഠത
വഫളീലത്തു അദാഇഹാ ഫിൽ മസ്ജിദി, പള്ളിയിൽ അതിനെ വീട്ടുക എന്നതിന്റെ ശ്രേഷ്ഠയും തമ്മിൽ എതിരായി വന്നാൽ, ഇല്ലം യുഅഖിർഹ, അതിനെ പിന്തിച്ചിട്ടില്ലെങ്കിൽ, ളുഹനെ പിന്തിച്ചിട്ടില്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അതിനെ നിർവഹിക്കാം, ആ ശ്രേഷ്ഠത കിട്ടും. എന്നാൽ പിന്തിക്കുകയാണെങ്കിൽ, റുബുഉൻ നഹാറിലേക്ക് പിന്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിർവഹിക്കുക എന്ന ശ്രേഷ്ഠത കിട്ടും, പക്ഷെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുക എന്ന ശ്രേഷ്ഠത കിട്ടൂല. അപ്പോ അവിടെ ഏതാണ് വേണ്ടത്? അപ്പോ അങ്ങനെ രണ്ടും തമ്മിൽ എതിരായി വരുമ്പോ ഫൽ ഔല, ഏറ്റവും നല്ലത് തഅഖീറുഹ, ഈ ളുഹയെ പിന്തിക്കലാണ്, ഇലാ റുബുഇൻ നഹാരി, പകലിന്റെ 4/1 കൊള്ള പിന്തിക്കലാണ് ശ്രേഷ്ഠതമായിട്ടുള്ളത്. വൈൻ ഫാത്ത ബിഹി, എത്രത്തിൽ ഈ പിന്തിക്കൽ കൊണ്ട് അവർക്ക് നഷ്ടപ്പെടും, ഫിഅലുഹാ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് അതിനെ ചെയ്യൽ, ആ അവസ്ഥയിൽ തന്നെ. അപ്പൊ ഇങ്ങനെ പിന്തിക്കുമ്പോ പള്ളിയിൽ വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല, അത് നഷ്ടപ്പെടും. എന്നാൽ പോലും ശ്രേഷ്ഠമതമായിട്ടുള്ളത് ആ സമയത്തേക്ക് പിന്തിക്കലാണ്. കാരണം ലി അന്നൽ ഫളീലത്തൽ മുതഅല്ലിഖത ബിൽ വഖതി, ഒരു ഇബാദത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രേഷ്ഠതയാണ് ഔല, ഏറ്റവും നല്ലത്, ബിൽ മുറാഅത്തി, സൂക്ഷിക്കൽ കൊണ്ട്, മിനൽ മുതഅല്ലിഖതി ബിൽ മക്കാനി, ആ ഇബാദത്ത് നിർവഹിക്കുന്ന സ്ഥലത്തിനോട് ബന്ധിച്ച ശ്രേഷ്ഠതയേക്കാൾ. അപ്പൊ സ്ഥലവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതയേക്കാണ് മുന്തിക്കാൻ ഏറ്റവും നല്ലത്, സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ആ ഇബാദത്ത് നിർവഹിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതയാണ്. വയുസന്നു, സുന്നത്താക്കപ്പെടും, യഖ്റഅ, അവൻ ഓതൽ ഫിഹാ, ഈ ദുഹാ നിസ്കാരത്തിൽ, സൂറത്തൈ വശംസി വവദ്ദുഹ, വശംസി എന്ന സൂറത്തിനെയും വദ്ദുഹ വല്ലൈലി എന്ന സൂറത്തിനെയും ഓതൽ സുന്നത്താണ്. വറദ, ഇവൻ വീണ്ടും വന്നിട്ടുണ്ട്, ഖിറാഅത്തു അൽ കാഫിറൂന വൽ ഇഖ്ലാസ്, സൂറത്തു കാഫിറൂനയും ഇഖ്ലാസും പാരായണം ചെയ്യലും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് നിലക്കും വന്നിട്ടുണ്ട്. അപ്പോ രണ്ടും ചെയ്യലാണ് നല്ലത്. അപ്പോ വശംസി വദ്ദുഹ എന്ന സൂറത്തും പിന്നെ വദ്ദുഹ വല്ലൈലി എന്ന സൂറത്തും, അപ്പൊ ഒന്നാം റക്അത്തിൽ വശംസി എന്ന സൂറത്തും അതുപോലെ തന്നെ കാഫിറൂനയും ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ പിന്നെ വദ്ദുഹ വല്ലൈലിയും ഇഖ്ലാസും ഓതുക. അങ്ങനെ ജംഅ് ചെയ്യാണ് അപ്പോൾ വേണ്ടത്. രണ്ട് റക്അത്തിനേക്കാണ് അധികം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ 2 റക്അത്തിലും കാഫിറൂനയും ഇഖ്ലാസും ഓതുക. തർശീഹ് 92. വൽ ഔജഹു, ഏറ്റവും പ്രബലമായിട്ടുള്ളത്, അന്ന റക്അത്തൈൽ ഇശ്റാഖി മിനൽ ളുഹ, ഇശ്റാഖിന്റെ 2 റക്അത്ത് ളുഹയിൽ പെട്ടതാണ് എന്നാണ്. ഖിലാഫൻ ലിൽ ഗസാലി വമൻ തബിഅഹു, ഇമാം ഗസാലി തങ്ങൾക്കും അവരോട് പിൻപറ്റിയ പണ്ഡിതർക്കും എതിരായിട്ട്. അപ്പോ ഇശ്റാഖ് നിസ്കാരം ളുഹ തന്നെയാണ്, രണ്ടും ഒന്നിന് 2 പേരുണ്ടെങ്കിലും രണ്ടും ഒന്നാണ് എന്നാണ് പറയണത്. എന്നാല് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫയിൽ പ്രബലമാക്കിയിട്ടുള്ളത് രണ്ടും 2 എന്നാണ്. അദ്കിയയിലും അപ്രകാരം തന്നെയാണ്, രണ്ടും 2 രണ്ടാകുമ്പോൾ തന്നെ രണ്ടിന്റെയും സമയം ഒരേ സമയമാണ്. അതാണ് അവിടെ പ്രബലമായിട്ടുള്ളത്. ളുഹ പോലെ തന്നെ ചില പണ്ഡിതന്മാര് തുലൂഉ ശംസ് മാത്രം മതി, സൂര്യൻ ഉദിച്ചാൽ തന്നെ ഇശ്റാഖിന്റെ സമയമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായിട്ടുള്ളത് അങ്ങനെയാണ്. ഏറെക്കുറെ അവസാനിക്കുന്നതും ളുഹന്റെ സമയം അവസാനിക്കുമ്പോൾ തന്നെയാണ്. തർശീഹ് നോക്കിയാൽ മതി. 92. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.